നമസ്കാരം. ലോകമെങ്ങും തിന്മയുടെ മേൽ നന്മയുടെ വിജയം എന്ന സന്ദേശവുമായി, അതുമല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ മറ നീക്കിക്കൊണ്ട് പ്രകാശത്തിൻ്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് മറ്റൊരു ദീപാവലിയുടെ നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ ദീപാവലി തിരുനാളിൽ മലയാളികളെ പോലെ തന്നെ എല്ലാ സംസ്ഥാനത്തിലുള്ളവരും ആഘോഷത്തിമിർപ്പിലായിരിക്കും. ഈ ആഘോഷനാളിൽ ഞാനിവിടെ നമ്മുടെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള ഗുജറാത്തി കുടുംബങ്ങളുടെ കൂടെയാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ഇന്ത്യ വിഷൻ്റെ ഈ സ്പെഷ്യൽ ദീപാവലി പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ദീപാവലിക്ക് ദീപക്കാഴ്ച പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് രംഗോലി. നമ്മൾ ഈ ഓണ സമയത്തൊക്കെ മുറ്റത്ത് പൂക്കളിടാറുണ്ട്. എത്ര വലിയ വലിയ കളങ്ങളായിരിക്കും നമ്മൾ ഇടാറുള്ളത്. അതുപോലെ തന്നെ ഈ കൽപ്പാത്തി ഭാഗത്തൊക്കെ, പ്രത്യേകിച്ച് പാലക്കാട് കൽപ്പാത്തി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇങ്ങനെ കോലം ഇടുന്നത് കാണും. രാവിലെ കോലം ഇടുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ ഈ രംഗോലി എന്ന് പറയുന്നത്. പക്ഷേ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ഇവിടെ രംഗോലി ഇട്ടിരിക്കുന്നത്. ഇവർക്ക് ഈ രംഗോലി ഇടുക എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷമാണ്. ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന്, ഒരുപാട് പേരിങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് അതൊരു വലിയ രംഗോലി ആയിട്ടിട്ട്, അതൊരു ദീപാവലിയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് കൂടുതൽ രംഗോലിയെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഈ രംഗോലിയുടെ പ്രത്യേകത? ദൈവത്തിൻ്റെ വെൽക്കം ചെയ്യാൻ വേണ്ടിയാണ് ഈ രംഗോലി ആയിട്ട് ഇടുന്നത്. മീൻസ് ടു ഇൻവൈറ്റ് ഗോഡ്. അപ്പോൾ ദേവി ആണോ പ്രത്യേകിച്ച്? നമ്മൾ ഈ ദീപാവലിക്ക് നമ്മൾ ദേവിയല്ലേ? ലക്ഷ്മി ദേവിയാണല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എന്താണ് അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും? ഇത് ലക്ഷ്മി ദേവിയാണ്. ഇത് സ്വസ്തിക്, ലക്ഷ്മിജിയുടെ രൂപമാണ്. ഇത് സ്വസ്തിക് എന്ന് പറയും. അതെന്താ സ്വസ്തിക്? അങ്ങനെയാണല്ലോ. ഇങ്ങനെ പ്രത്യേകിച്ച് വല്ല കളേഴ്സ് അങ്ങനെ വല്ലതും ഉണ്ടോ രംഗോലിക്ക് ഇടുമ്പോൾ? ഇത് വൈറ്റ് കളർ മിക്സ് ഉള്ളത്. ഞങ്ങൾ ഹോളി കളേഴ്സ് അല്ല, ഇത് വേറെ ടൈപ്പ് കളേഴ്സാണ്. അതിൽ മിക്സിങ് വൈറ്റ് കളർ ഉണ്ടാവും. അത് സ്മൂത്ത് ആയിട്ട് നിൽക്കും ആണല്ലേ. സോ ഇടാം വേഗം ആൻഡ് ഇറ്റ് ടേക്സ് 2 hours ഇത് തീർക്കാൻ വേണ്ടി. അത് ശരി, 2 hours. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളപ്പോൾ എത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ ഇരുന്ന്? നിങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യും എല്ലാവരും കൂടി. ദീപാവലിയുടെ ഹൈലൈറ്റ് ഇതാണോ? ഇതും ദിയാസും ആണ്. ആൻഡ് സ്വീറ്റ്സ് ആർ മോർ സ്പെഷ്യൽ. ന്യൂ ഡ്രസ് അത് മിസ് ചെയ്തു. പിന്നെ ക്രാക്കേഴ്സ് പടക്കം. അപ്പം ഡെക്കറേഷൻസ്, ലൈറ്റിങ്സ് വെച്ച് ഫുൾ വീട് ഡെക്കറേഷൻ ചെയ്യും. അപ്പം അങ്ങനെ വിശ്വാസമുണ്ട്, ദൈവം ആ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരും എന്ന് പറഞ്ഞിട്ട് എല്ലാം നീറ്റായിട്ട് വെക്കും. ആ ദിവസം മാത്രമേ ഉള്ളൂ? ആ ദിവസം മാത്രമല്ല, സ്പെഷ്യൽ ആയിട്ട് ഇൻവിറ്റേഷൻ ബിഫോർ 5 days. നിങ്ങൾക്ക് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ദീപാവലി കഴിയുമ്പോൾ, ന്യൂ ഇയർ അല്ലേ? എന്താണ് ആ മന്തിന്റെ പേര്? കാർത്തക് മാസ്. ഗുജറാത്തി കാർത്തക് മാസ് അങ്ങനെ പറയല്ലേ. എപ്പോഴാണ് ഈ രംഗോലി ഇടാൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ? ഏർലി മോർണിംഗ് 6. അപ്പോൾ എല്ലാവരും ഒന്നിച്ചെത്തുമോ രംഗോലി ഇടാൻ? അവരവരുടെ വീട്ടിൽ ചെയ്യും മുമ്പിൽ. അപ്പോൾ അവരെ തന്നെ. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ദീപാവലി സ്പെഷ്യൽസ്? ദീപാവലി സ്പെഷ്യൽ വീട്ടിൽ ചെയ്യുന്നത് സ്വീറ്റ്സ് ആണ്. ദീപാവലിയുടെ മുമ്പ് 3 ദിവസം ഫസ്റ്റ് ഗുജറാത്തി में that we can do that just gugara. That is the best. Everybody else can do that. Is gugara is the everybody can do gugara. After that man can that's a magas, that's fafda, that's a puri, murk. And you are telling murk, we are saying murak. Yes. Then that is like a chakri. Then magas, then mohanthal. അപ്പോൾ ഈ രംഗോലിക്ക് ഉപയോഗിക്കുന്ന ഈ പൊടിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അത് വെളുത്ത ചരലുണ്ടാവില്ലേ, അതും ഗ്ലാസ് പൗഡറും രണ്ടും മിക്സ്, അതിൽ കുറച്ച് കളേഴ്സൊക്കെ ഇട്ടിട്ട് വേറെ വേറെ കളേഴ്സ് ഉണ്ടാക്കിയിട്ട് അത് വെയിലത്തിൽ ഉണയ്ക്കും. പിന്നെ പൗഡർ ചെയ്ത് സ്മൂത്ത് ആക്കും. അതാണ് അതിന് ആ ഒരു ഗ്ലോസി ലുക്ക്. അതിൽ ഗ്ലിറ്റേഴ്സും ആഡ് ചെയ്യും, അവർ തന്നെ ആഡ് ചെയ്യും. മെയിൻ വെയിലത്തിൽ ഇടുമ്പോൾ അത് സ്മൂത്ത് ആവും. അത് ഒന്നിച്ച് ഇങ്ങനെ പിടിച്ച് വെച്ചാൽ ഒരു കുറച്ച് വെള്ളത്തിൻ്റെ അത് ഭാഗം വരും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വെയിലത്തിൽ ഇടാൻ അത്രയും സ്മൂത്ത് ആയിട്ടുള്ളത്. ഈ രംഗോലി കഴിഞ്ഞോ? ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ചെയ്യാം? ഇതിൽ ദിയാസ് വെക്കും ഫോർ മോർ ഡെക്കറേഷൻ. എത്ര ദിയാസാണ് ഞങ്ങൾ വെക്കുന്നത്, അത്രയും നെഗറ്റീവ് എനർജി പുറത്തു പോവും, സോറോസ് ഒക്കെ പുറത്തു പോയിട്ട് പുതിയ ലൈറ്റ്നിങ് ആവും വീട്ടിൽ. അങ്ങനെയാണ് ഞങ്ങളുടെ ബിലീഫ്. ഇതിന് പർട്ടിക്കുലർ ഡിസൈൻ ഒന്നുമില്ലല്ലോ? അങ്ങനെ ഇല്ല, ഡോട്ട്സ് വെച്ചാണ് ചെയ്യുന്നത്. പല ഡിസൈൻസ് ഉണ്ട്. ഫസ്റ്റ് ഡോട്ട്സ് വെക്കും, പിന്നെ ഞങ്ങൾ ചോക്ക് വെച്ച് വരച്ചിട്ട്
രംഗോലി ഗംഭീരമായിരിക്കുന്നു. യെസ്, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇനി നമുക്ക് ദീപാവലിയുടെ അടുത്ത പ്രത്യേകതകളിലേക്ക് പോകാം. ദീപാവലിക്ക് ദീപങ്ങളെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മധുരപലഹാരങ്ങളും. പണ്ട് ഐതിഹ്യമനുസരിച്ച് അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ എൻ്റെ പലഹാരം ആദ്യം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അന്ന് സ്ത്രീകൾ രാപ്പകൽ കഷ്ടപ്പെട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ. ഇതെല്ലാം പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്കും എത്തി മധുര പലഹാരങ്ങൾ. നമുക്കപ്പോൾ അവരോട് ചോദിക്കാം, അവരുടെ ഈ സ്പെഷ്യൽ മധുര പലഹാരങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രത്യേകത. ഇതല്ലോ അയ്യോ എന്ത് സ്വീറ്റ്സ് അങ്ങോട്ട് മുഴുവൻ കൊണ്ടുവന്നേക്കാണ്. അപ്പം നിങ്ങളുടെ ഏറ്റവും പ്രത്യേകതയായിട്ട് ഉണ്ടാക്കുന്ന വിഭവം എന്താ ദീപാവലിക്ക്? അത് ഗുഗ്രയാണെന്ന് പറയുന്നത്. അത് ഈ സ്വീറ്റ്സ് ആണ്. അത് മാവ വെച്ച് ഉണ്ടാക്കും. റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. റവ വെച്ച് സൂചി. ഓക്കെ. റവ എന്ത് ചെയ്യും? റവയും നെയ്യും പഞ്ചസാര, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ എൽച്ചി, ഏലക്ക അതൊക്കെ മിക്സ് ചെയ്തിട്ട് പൂരി മാവ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ആ സ്പെഷ്യൽ ഡിഷ് എന്താ അതിൻ്റെ പേര്? ഗൂഗ്ര. നമുക്കൊക്കെ പഠിച്ചു വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും എങ്കിലും ഗൂഗ്ര. ഇതെന്താ ഡിഷ്? ഇതേതാ ഡിഷ്? ഇത് ഗൂഗ്ര. ഇത് പൂരി. മൈദാപൂരി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മൈദയുടെ ലോട്ട് അതിൽ പെപ്പർ ഇട്ടിട്ട് കുറച്ച് ജീരകം, സോൾട്ട്, അങ്ങനെയൊക്കെ. ഇത് എരിവുള്ളതാണ്, മധുരമല്ല. മധുരമില്ല. ഓക്കെ. ഇത് നമുക്ക് കണ്ടറിയാം. നിങ്ങൾ മുറുക്ക് പറയും, നമ്മൾ ചക്കരി. അവരുടെ സ്പെഷ്യൽ പേര് കേട്ടല്ല, ചക്കരി. റൈറ്റ്. ഇതെന്താ? നമ്മള് മിക്സ്ചർന്ന് ഇംഗ്ലീഷും അല്ല മലയാളം അല്ലാത്ത രീതിയിൽ പറയുന്നത് അവര് ചേവിട എന്ന് പറയും കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? കപ്പലണ്ടി, പിന്നെ ഈ പൊട്ടുകടല, ഉപ്പ്, കുറച്ച് പഞ്ചസാര എല്ലാം കൂടെ എല്ലാം, പിന്നെ ഫ്രൈ പ്യോർ ഗീലാണ്. പ്യോർ ഗീ ആണ്. പക്ഷെ എന്താ ചെയ്യുക, ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും കാര്യമില്ല, സ്വീറ്റ്സ് ആണ് അല്ലേ, കൊളസ്ട്രോൾ ആണെങ്കിലും കാര്യമില്ല. ഷുഗർ ഫ്രീ ഒക്കെ ഉണ്ടാകുമോ? ഷുഗർ ഫ്രീ ഇപ്പൊ ഒക്കെ ഉണ്ടാകാൻ. ഗൂഗ്ര നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. സ്വീറ്റ്സ് കഴിപ്പിച്ച് എന്നെ ഇവിടുത്തെ ഗുണ്ടാക്കിയിട്ടേ വിടുള്ളൂ. ഇത് ഫാറ്റ് ഫ്രീ ആണ്. സ്വീറ്റ്സ് ഫാറ്റ് ഫ്രീ ആണെന്ന്. ഈ സ്വീറ്റ്സ് പ്രത്യേകിച്ച് ദീപാവലി അതുകൊണ്ടാണോ? അതുകൊണ്ടാണ്. നമ്മൾ ദീപാവലിക്ക് രംഗോലി കണ്ടു, ദീപം തെളിയിച്ചു, മധുരപലഹാരമൊക്കെ കഴിച്ച് റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഇവരുടെ ഒരു പാട്ട് കേട്ടാലോ? അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം. ഞാനും ഇവരുടെ ഒപ്പം കൂടുകയാണ് പാട്ടിന്. बजाते हुए ओ राधा तेरा श्याम देखा, बंसी बजाते हुए
श्याम देखा, राधा ढूंढ रही, किसी ने मेरा श्याम देखा. ദീപാവലിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നരകാസുര വധത്തെക്കുറിച്ചുള്ളതാണ്. 14 ലോകത്തെയും വിറപ്പിച്ച നരകാസുരനെ വധിച്ചതിന് ശേഷം വിജയശ്രീ ലാളിതനായി തിരിച്ചെത്തിയ ശ്രീകൃഷ്ണനെ ഒരുപാട് ദീപങ്ങളോടും പലഹാരങ്ങളോടും കൂടെയൊക്കെയാണ് സ്വീകരിച്ചത്. അതിനെ അർത്ഥമാക്കിക്കൊണ്ടാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. പക്ഷേ ഇവർക്കിടയിലുള്ള ഒരു വിശ്വാസം, ഇവർക്കിടയിലുള്ള ഐതിഹ്യം അത് വ്യത്യസ്തമാണ്. അതെന്താണെന്ന് നമുക്ക് അവരോട് ചോദിച്ചുതരാം. നിങ്ങൾ എന്താണ് ഐതിഹ്യമായിട്ട് കണക്കാക്കുന്നത് ദീപാവലിയുടെ? ദീപാവലി എന്ന് പറഞ്ഞാൽ തിന്മയുടെ പുറത്ത് നന്മയുടെ വിജയമാണ്. അത് ശ്രീരാമൻ വിജയദശമിക്ക് രാവണനെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് 14 വർഷത്തിൻ്റെ വനവാസം പൂർത്തിയാക്കി അയോധ്യ ചെല്ലുമ്പോൾ അയോധ്യയിൽ ജനങ്ങൾ മൊത്തം അയോധ്യ രാജ്യം വിളക്ക് വെച്ച് ശ്രീരാമനെ സ്വീകരിക്കണേണ്. അതാണ് അതിൻ്റെ ബേസ്, മെയിനായിട്ട് അതിൻ്റെ ബേസ്. അതാണ് നിങ്ങളുടെ ഐതിഹ്യം, രാമായണത്തിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? ഇതെല്ലാം കൂടാതെ ജൈനമതക്കാരിൽ മറ്റൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചൊരു ദിവസമായിട്ടാണ് ദീപാവലി അവർ കണക്കാക്കുന്നത്. ഇനി നമുക്ക് ഇവരോട് കൂടുതൽ ചോദിച്ചു തരാൻ ദീപാവലിയിൽ അവർ എന്തൊക്കെ പ്രത്യേകതകൾ കാണുന്നു. ഈ ദീപാവലി ദിവസം നിങ്ങൾ എത്ര ഉത്സാഹത്തോടെ ആഘോഷിക്കുന്നു? അതുപോലെ തന്നെ ഓണം ആഘോഷിക്കാറുണ്ടോ? ഞങ്ങൾ ഓണം ആഘോഷിക്കും, ക്രിസ്മസ് ആഘോഷിക്കും. എല്ലാ കേരളയിൽ ഇതുള്ളത് ഞങ്ങൾ എല്ലാം ആഘോഷിക്കാറുണ്ട്. ഓണത്തിന് പൂക്കളം വെക്കും. അതേ രീതിയിൽ ഞങ്ങൾ നവരാത്രി ആഘോഷിക്കും, ദീപാവലി ആഘോഷിക്കും, ഹോളി ആഘോഷിക്കും. ദീപാവലി ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു ഫെസ്റ്റിവലാണ്. അന്ന് ഞങ്ങളുടെ ഇതനുസരിച്ച് ഞങ്ങൾ ഒരു കൊല്ലം അവസാനിക്കുന്നതാണ്. ദീപാവലി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞങ്ങൾക്ക് ന്യൂ ഇയറാണ്, ഞങ്ങളുടെ ഗുജറാത്തിയുടെ ന്യൂ ഇയറാണ്. അപ്പോൾ ഞങ്ങൾ ഈ ദീപാവലിക്ക് ഞങ്ങൾക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അന്ന് ബുക്ക് ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയാണ്. അതിൻ്റെ പൂജ ചെയ്തിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ന്യൂ ഇയറിലേക്ക് ആ ബുക്ക് യൂസ് ചെയ്യാനാണ് അടുത്ത കൊല്ലത്തേക്ക്. അതാണ് ഞങ്ങളെ പൂജ ചെയ്യണം. ലക്ഷ്മി പൂജൻ എന്ന് പറയും, ലക്ഷ്മി പൂജൻ എന്നാണ് പറയണത്. അത് ഉണ്ട്. പിന്നെ അത് കൂടാതെ എല്ലാ വീട്ടുകളിലും വിളക്ക് വെച്ച് പല പലഹാരങ്ങളുണ്ടാക്കി, മധുര പലഹാരങ്ങളുണ്ടാക്കും. എല്ലാ ചടങ്ങുകളും അപ്പോൾ നിങ്ങൾ നോക്കും? പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങളുടെ മാത്രം വിശ്വാസങ്ങളൊന്നും അല്ല അല്ലേ? ഞങ്ങളൊക്കെ എല്ലാവരും ജനിച്ചു വളർന്നേക്കണ ഇവിടെ തന്നെയാണ്. ഞങ്ങളൊരു 150 വർഷം മുമ്പ് വന്നിരിക്കുകയാണ് കേരളയിൽ. ഞാനൊക്കെ പ്രത്യേകിച്ച് ജനിച്ച് വളർന്നേക്കണ ഇവിടെ തന്നെ കേരളയിൽ തന്നെയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ കേരളയുടെ കൾച്ചറും ഞങ്ങൾ മൊത്തം ഇത് ചെയ്യാറുണ്ട്. ഫെസ്റ്റിവൽസ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുകൂടാതെ നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്തിൻ്റെ എല്ലാ ഫെസ്റ്റിവൽസും ഞങ്ങളിവിടെ ചെയ്യാറുണ്ട്. ഹോളി എങ്ങനെ ആഘോഷിക്കും അപ്പോൾ? ഹോളി ഞങ്ങൾ അതേ രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന പോലെ തന്നെ കളറിൻ്റെ ആഘോഷമാണ് ഹോളി എന്ന് പറഞ്ഞാൽ. പരസ്പരം കളർ തേക്കുക, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലാഷ് ചെയ്യുകയൊക്കെ ചെയ്യും? അതെ. പിള്ളേരൊക്കെ പിന്നെ പിള്ളേർ അത് മറ്റേ സിറിഞ്ചിലിട്ടിട്ട് കളർ വെള്ളം തെറിപ്പിക്കും, ബലൂൺസിലിട്ടിട്ട് ഇടും. അതുകൂടാതെ കളറും ഞങ്ങളിത് പരസ്പരം തേക്കും. അപ്പോൾ ഇത് കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കുട്ടി ഗുജറാത്താണ് ഇപ്പോൾ നിങ്ങളുടെ ഈ മട്ടാഞ്ചേരി. പ്രത്യേകിച്ച് ഈ ഗുജറാത്തി റോഡ്, പാലസ് റോഡ്, അതൊരു പ്രത്യേകിച്ചൊരു മിനി ഗുജറാത്താണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗുജറാത്തിൽ നിന്ന് പോകുന്നു എന്നുള്ളൊരു ഡിഫറൻസ് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് യാതൊരു ഇതില്ല. ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗുജറാത്താണ്. ഗുജറാത്തിൽ എന്തൊക്കെ ഫെസ്റ്റിവൽ നടക്കണം, ഏത് രീതിയിൽ നടക്കണം, അതിലും കുറച്ചും കൂടി ഭംഗിയായിട്ട് ഞങ്ങളിവിടെ നടത്താനുള്ള ശ്രമത്തിലാണ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സമാജം അങ്ങനെയൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ ശ്രീ കൊച്ചിൻ ഗുജറാത്തി മാജൻ എന്ന് പറഞ്ഞൊരു സമുദായമാണ്. അതാണ് പാരൻ്റ് ബോഡി. അതിൻ്റെ കീഴിൽ 21 സമുദായങ്ങളുണ്ട്. അതങ്ങനെ പല സമുദായങ്ങളുണ്ട്. അത് എല്ലാത്തിൻ്റെ പാരൻ്റ് ബോഡിയാണ് ശ്രീ കൊച്ചിൻ ഗുജറാത്തി മാജൻ. ഞങ്ങൾക്ക് 786 ഫാമിലീസ് ഉണ്ട്, കുടുംബങ്ങളുണ്ട്, അതിൻ്റെ അംഗങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചിയിൽ, ഞങ്ങളുടെ നല്ല ഇപ്പം നിങ്ങളുടെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ ഒരു മിനി ഗുജറാത്തി ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കിയെടുത്ത്, കോളേജായി, സ്കൂളായി. ഇനി എന്താ പ്ലാൻ? ഇനി ഒരു ഹോസ്പിറ്റലിന് താല്പര്യമുണ്ട്. പക്ഷെ അത് നടക്കുമോ എന്നറിയില്ല. അതൊരു സ്വപ്നമാണ്. ഒരു ഹോസ്പിറ്റലും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയായി. ഞങ്ങൾക്ക് ഇവിടെ കല്യാണ മണ്ഡപം ഒരുപാടുണ്ട്, സ്കൂളുണ്ട്. കല്യാണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത നമ്മുടെ ജർണയുടെ മാരേജ് ആണ് അല്ലേ? എന്താണ്? This 30th November 30th, coming 30th. എവിടേക്കാണ് കല്യാണം കഴിച്ചു പോകാൻ പോകുന്നത്? Okay, Mumbai ആണോ? ഒരാളിവിടെ പോവാണല്ലോ.
നിങ്ങളുടെയൊക്കെ ഒരു ഐ മീൻ കുട്ടിപ്പട്ടാളംസിന്റെ ലീഡറാണോ? നോ 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 നത്തിങ് ലൈക്ക് ദാറ്റ്. അല്ല, ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കണം, എല്ലാം ചെയ്യുമ്പോഴും ദീദി ദീദി എന്ന് പറയുന്ന ചേച്ചിയുടെ പുറകിലാണല്ലോ. അല്ല, ജർണ കുട്ടികളുടെയും മൂത്ത ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു ലീഡറാണ് ഇപ്പം. അതെ അതെ അതെ. ഓക്കെ, എന്ത് ചെയ്യുന്നു ഫിയാൻസി? പ്രോക്ടർ ആൻഡ് ഗാംബിൾ കമ്പനിയിലെ മാനേജറാണ് നോർത്ത് ഇന്ത്യ. അതെല്ലേ. അപ്പോൾ ഇവിടുന്ന് മുംബൈയിലോട്ട് മാറിക്കഴിഞ്ഞാലും വരൂലേ തിരിച്ച്? തിരിച്ചു വരും എവറി ക്വാർട്ടർ. എവറി ക്വാർട്ടർ. നമുക്ക് കല്യാണങ്ങൾ ഇവരെങ്ങനെയാണ് ആഘോഷിക്കുന്നത്? അത് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷമാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. നമുക്കൊക്കെ ഒരു ദിവസം കൊണ്ടുവന്ന് താലി കെട്ടി ചടങ്ങ് കഴിഞ്ഞു, മാല ഇട്ടു കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല, ഇവർക്കൊരു 3-4 ദിവസത്തെ ആഘോഷമാണത്. നമുക്കപ്പോൾ ചോദിച്ചറിയാം എങ്ങനെയൊക്കെയാണ് ആഘോഷം, എങ്ങനെയൊക്കെയാണ് മാഡം അത് നിങ്ങളുടെ ആചാരങ്ങൾ എങ്ങനെയൊക്കെ, എത്ര ദിവസം ഉണ്ടാവും? 4 days ആണ് എനിക്ക്. 4 days ഉണ്ട്. എന്തൊക്കെയാണ് അത് എന്താണത്? ഹൽദി മഞ്ഞൾ തേച്ചുള്ള കുളിയാണ് അവർ. സെക്കൻഡ് ഡേ എനിക്ക് മെഹന്തി. മെഹന്തി ഇടും, മൈലാഞ്ചി ഇടും. പിന്നെ തേർഡ് ഡേ എൻ്റെ ഡാൻഡിയ റാസ്, നവരാത്രി ഡാൻഡിയ റാസ്. ഓ, ഡാൻസ് ഒക്കെ. ഡാൻസ് അത് ഭയങ്കര കോലുകളി DJ എല്ലാം. അതിന് പ്രത്യേകിച്ച് വല്ല ഡ്രസ് കോഡ് അങ്ങനെ വല്ലതും ഉണ്ടോ? ട്രഡീഷണൽ ചനിയാച്ചോളി എന്നാണ് ആ ഡ്രസ്സിന്റെ പേര്. ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കോലൊക്കെ വെച്ചിട്ടാണ് ദാണ്ടിയ ഡാൻസ് അല്ലേ? തേർഡ് ഡേ. നെക്സ്റ്റ് ഡേ കല്യാണം. ഓക്കെ, കല്യാണത്തിന് ഇങ്ങനെ എന്താ പ്രത്യേകത ഉള്ളത്? ഫസ്റ്റ് മണ്ഡപ് മുഹൂർത്താവും. मंडप मुहूर्त मीन्स ट्रेडिशनल गणपतिले पूजा गणपतिले पूजा അത് കഴിച്ചിട്ട് കല്യാണം. നിങ്ങളെന്താ താലി അതുപോലെ താലി അതിന് ഫസ്റ്റ് ആയിട്ട് അവർക്കുള്ളത് കൈ പിടിച്ചു കൊടുക്കും അല്ലേ? അത് ആരുടെ അച്ഛന അങ്ങനെ ആരെങ്കിലും ആണോ? പേരൻസ്, പെൺകുട്ടിയുടെ അച്ഛൻ. നമ്മളുടെ പോലെ തന്നെ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ. പിന്നെ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് താലി കിട്ടും. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ പിന്നെ താലി, പിന്നെ സിന്ദൂർ, മംഗല്യസൂത്രം, പിന്നെ ചോരിഫേര, മംഗൽഫേര, ചോരിഫേര. 7 റൗണ്ട്സ് ഉണ്ട് അല്ലേ? അതെന്താ 7 പ്രദക്ഷിണ വയ്ക്കുന്നതിന്റെ മീനിങ്? അത് ഓരോരോ അപ്പഴേക്ക് സുഖേ വച്ചനം കൊടുക്കുമല്ലോ. ഓരോരോ ഫെരാലെ ഓരോരോ വച്ചനം കൊടുക്കും. അതെ, ഓരോരോ പ്രോമിസസ്. അപ്പൊ ശരിക്കും ഇവരുടെ കല്യാണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗണപതി പൂജ, അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ കൈപിടിച്ച് കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് മംഗല്യസൂത്രം ഇടും, പിന്നെ 7 പ്രദക്ഷിണമാണ് അവർക്കുള്ളത്. ഈ 7 പ്രദക്ഷിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പ്രോമിസസ് ആണ്. അതെങ്ങനെയാ പ്രോമിസസ്? അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കലി എന്തെങ്കിലും ഉണ്ടോ? പരസ്പരം ജനറലി മനസ്സിലായി ജനറലി എല്ലാവരും ഉള്ള പ്രോമിസ് തന്നെ. അതൊക്കെയാണ് ഇവരുടെ കല്യാണങ്ങളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ ദീപാവലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരുടെ നിന്ന് പാട്ടൊക്കെ കേട്ടു. ഇനി അവർക്ക് ട്രഡീഷണൽ ഡാൻസ് ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. ഇങ്ങനെ ഇരിക്കുന്നതൊന്നും കൂട്ടണ്ട, ശരിക്കും നല്ല ഡാൻസ് ഒക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ട്രഡീഷണൽ നൃത്തം, നമ്മളുടെ ഈ കൈകുട്ടിക്കളി പോലെ അവർക്കുള്ളൊരു ഡാൻസാണ് ഗർബ ഡാൻസ് അല്ലേ? അപ്പോൾ നമുക്ക് അവരുടെ ഗർബ ഡാൻസ് ഒന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. पावाते गढ़ थी उतर
ദീപാവലിയുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ കണ്ടു. ഏറ്റവും വലിയ പ്രത്യേകതയായ ദീപങ്ങൾ കണ്ടു, മധുര പലഹാരങ്ങൾ കഴിച്ചു, അവരുടെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഇനി അതിനപ്പുറമല്ല ഏറ്റവും പ്രധാനമായ ഒന്നാണ് പടക്കം. പടക്കം ഇല്ലാണ്ട് എന്ത് ദീപാവലി അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് അവരുടെ ആ ആഘോഷങ്ങളിലും കൂടെ നമുക്ക് പങ്കുചേരാം. എല്ലാ മനുഷ്യരെയും ഒരുപോലെ ചിന്തിക്കുകയും ഒരേ മനസ്സോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓരോ ആഘോഷവും. ഈ ദീപാവലിയും അതുപോലെ തന്നെ. ഈ ദീപാവലി നമ്മൾ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ഗുജറാത്തി സമൂഹത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ദിസ് ഇസ് രശ്മി സൈനിങ് ഓഫ്.